എംജിആറിന്റെ പാതയിൽ വിജയ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി കസേരയിൽ. സിനിമയും രാഷ്ട്രീയവും ഇഴചേർന്ന് കിടക്കുന്ന തമിഴകത്ത് ഇത് മഹാത്ഭുതമൊന്നുമല്ല. എന്നാൽ ഇപ്പോൾ തമിഴ് ജനത മാറിയിട്ടുണ്ട്. എംജിആറിനും ജയലളിതയ്ക്കും കരുണാനിധിക്കും ശേഷം തമിഴ് ജനത സിനിമാക്കാരെ അധികം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ജയലളിത വെറുമൊരു നടിയായിരുന്നില്ല. അവരുടെ അഭിമുഖങ്ങൾ കണ്ടു നോക്കിയാൽ അറിയാം, ഏറെ കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു ജയലളിത. കരുണാനിധിയെ സിനിമാക്കാരന്റെ കണ്ണിയിൽ ഒതുക്കി നിർത്താൻ കഴിയില്ല. പിന്നീട് സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് എത്തിയ താരങ്ങൾക്ക് വലിയ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞില്ല. അതിൽ അല്പമെങ്കിലും പിടിച്ചു നിന്നത് വിജയകാന്താണ്. ശരത് കുമാറും പുഷ്പുവും ഉലക നായകൻ കമൽഹാസനുമെല്ലാം സിനിമയിൽ സൃഷ്ടിച്ച തരംഗം രാഷ്ട്രീയത്തിൽ ആവർത്തിക്കാൻ കഴിഞ്ഞില്ല. ജോസഫ് വിജയ് ചന്ദ്രശേഖർ എന്ന വിജയിന്റെ രാഷ്ട്രീയ പ്രവേശനം അബദ്ധമാണെന്ന് കരുതിയവരാണ് ഏറെയും. തമിഴ്നാട്ടിലെ DMK സർക്കാരും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും വിജയന്റെ TVKയെ നിരന്തരം ലക്ഷ്യമിടുകയും ചെയ്തു. വിജയന്റെ ഫാൻ ബേസിനെ ഇവർ ഭയന്നു. TVKയ്ക്ക് പൊതുപരിപാടികൾ നടത്താനുള്ള അനുമതി പോലും പലപ്പോഴും നിഷേധിച്ചു. വിജയന്റെ ചിത്രം ജനനായകൻ റിലീസ് ചെയ്യാൻ പോലും കഴിയാത്ത വിധത്തിൽ രാഷ്ട്രീയ എതിരാളികൾ പ്രതിരോധം തീർത്തു. ഒരു പക്കാ വിജയ് ചിത്രത്തിന്റെ ക്ലൈമാക്സിനെ അനുസ്മരിപ്പിക്കുന്ന വിധം തമിഴ്നാട്ടിൽ വിജയ് തരംഗമായി. എക്സിറ്റ് പോളുകളെ പോലും കാറ്റിൽ പറത്തി വിജയ് തമിഴ് രാഷ്ട്രീയത്തിലും താരമായി. തെരഞ്ഞെടുപ്പിന് ശേഷവും വിജയുടെ പ്രതിസന്ധി തുടർന്നു. സർക്കാർ രൂപീകരിക്കാൻ വേണ്ട 118 MLA-മാരുടെ ലിസ്റ്റ് നൽകണമെന്ന് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ശാഠ്യം പിടിച്ചത് വലിയ പ്രതിസന്ധിയായി. ഏറിയ അനിശ്ചിതത്വത്തിനൊടുവിൽ 120 MLA-മാരുടെ പിന്തുണയുമായി വീണ്ടും വിജയ് ചിത്രങ്ങളിലെ വീരനായകനെ പോലെ ജോസഫ് വിജയ് ചന്ദ്രശേഖർ ഗവർണർക്ക് മുന്നിലെത്തി. വിജയന്റെ താരപരിവേഷം മാത്രമല്ല TVKയുടെ കന്നി അംഗത്തിലെ ചരിത്ര വിജയത്തിന് കാരണം. മാധ്യമങ്ങൾ ആഘോഷിക്കുന്ന സർക്കാരുകളുടെ PR പളപ്പളപ്പിനപ്പുറം നിരവധി പ്രശ്നങ്ങൾ തമിഴ് ജനത നേരിടുന്നുണ്ട്. ജാതീയമായ വിവേചനങ്ങളാണ് അതിലൊന്ന്. തമിഴ്നാട്ടിലെ ദളിതർ ഉൾപ്പെടെയുള്ള പിന്നോക്കക്കാർ വലിയ രീതിയിൽ വിവേചനം നേരിടുന്നു. അത്തരം പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിൽ സ്റ്റാലിൻ സർക്കാർ പരാജയപ്പെട്ടതായി വിലയിരുത്തലുണ്ട്. മാക്രോ തലത്തിലെ ചില ഇടപെടലുകൾക്കപ്പുറം മൈക്രോ തലത്തിൽ ഈ ജാതീയതയെ നേരിടുന്നതിൽ സർക്കാരുകൾ പരാജയപ്പെടുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമാണ് വിജയിന്റെ ഫാൻസ് അസോസിയേഷൻ. പുതിയൊരു തമിഴ്നാടിനെ, ഒരു ആധുനിക തമിഴ്നാടിനെ സൃഷ്ടിക്കാൻ വിജയ്ക്ക് കഴിയുമെന്ന് തമിഴ്നാട്ടിലെ യുവജനത വിശ്വസിക്കുന്നു. രാഷ്ട്രീയത്തെ പരമ്പരാഗത ശൈലിയിൽ നിന്ന് മോചിപ്പിച്ച് ആധുനികമാക്കാൻ കഴിയുമെന്നും യുവത്വം കരുതുന്നുണ്ട്. മാറ്റത്തിനു വേണ്ടിയാണ് TVKയെ തമിഴ് ജനത തെരഞ്ഞെടുത്തത് എന്നാണ് പ്രധാന വിലയിരുത്തൽ. രാഷ്ട്രീയത്തിൽ തുടക്കക്കാരനായ വിജയന് ഭരണത്തിൽ എത്രമാത്രം ശോഭിക്കാൻ കഴിയുമെന്ന ആശങ്ക ചിലർ ഉയർത്തുന്നുണ്ട്. കാത്തിരുന്ന് കാണാമെന്ന മറുപടിയാണ് ഇതിനുള്ളത്. നിലവിലെ രാഷ്ട്രീയ സംവിധാനങ്ങളിൽ പ്രതീക്ഷ നശിച്ച ഒരു ജനത മാറ്റം ആഗ്രഹിക്കുന്നതിൽ, അതിനുവേണ്ടി സ്വപ്നം കാണുന്നതിൽ തെറ്റില്ല. AAADMKയും DMKയും തമിഴ്നാട്ടിലെ മറ്റു രാഷ്ട്രീയ പാർട്ടികളും പരമ്പരാഗത രാഷ്ട്രീയ ശൈലിയുടെ തടവറയിലാണ്. അത് ബ്രേക്ക് ചെയ്യാൻ വിജയ്ക്കും TVKയ്ക്കും സാധിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. വിജയ് തുടരുമെന്ന് തന്നെയാണ് നിരീക്ഷകരും വിലയിരുത്തുന്നത്. അതിന്റെ അങ്കലാപ്പ് DMKയ്ക്കും AAADMKയ്ക്കുമുണ്ട്. MGRനും ജയലളിതയ്ക്കും ശേഷം ഇത് വിജയിന്റെ കാലമാണ്.